തിരുവനന്തപുരം പാറശാലയിൽ ട്രെയിനിൽ കയറി മൊബൈൽ ഫോൺ മോഷണം. തേനി ആണ്ടിപ്പട്ടി സ്വദേശി രാജ പിടിയിലായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞത്. മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഇയാൾ തിരുവനന്തപുരം തകരപ്പറമ്പിൽ വിൽപ്പന നടത്തുകയാണ് രീതി. ഒരു യാത്രയിൽ 10ഓളം ഫോണുകൾ ഇയാൾ മോഷ്ടിക്കാറുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, അപ്പോൾ ഇയാൾ ഒരു സ്ഥിരം മോഷ്ടാവാണ്, ഒരുപാട് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ ഒരു പ്രവർത്തന രീതി? ഇയാൾ പിടിയിലാകുന്നത് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഗൂഗിൾ, അതായത് തകരപ്പറമ്പിലെ കടക്കാർക്ക് ഇയാൾ ഇത്തരത്തിൽ സ്ഥിരമായി നിരവധി മൊബൈൽ ഫോണുകൾ വിൽക്കാൻ വരുന്ന സമയത്ത് യാതൊരു സംശയവും തോന്നിയില്ലേ? ഷിഹാസ്, എന്തായാലും അറിയാൻ സാധിക്കുന്നത് ഈ പാറശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ട്രെയിനിൽ കയറുന്നു, അതായത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തതിന് ശേഷം ട്രെയിനിൽ കയറുന്നു. തുടർന്ന് അതിനുശേഷം ഈ ഉറങ്ങിക്കിടക്കുന്നവരുടെ മൊബൈൽ ഫോണുകൾ അടക്കമാണ് കവർന്നുകൊണ്ടിരുന്നത്. അതായത് വില കൂടിയ മൊബൈൽ ഫോണുകൾ കവരുന്നു. പിന്നെ അതിനുശേഷം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇറങ്ങുകയും തുടർന്ന് ഈ തിരുവനന്തപുരത്തെ തകരപ്പറമ്പിലെത്തി അതിനുശേഷം അവിടെ മൊബൈൽ ഫോണുകൾ വിൽക്കുകയുമാണ് പ്രതിയുടെ രീതി എന്നുള്ളതാണ്. ഒരു ദിവസം ഏതാണ്ട് 10ഓളം മൊബൈൽ ഫോണുകളാണ് കവരുക. അങ്ങനെ കവർന്നു കിട്ടുന്ന മൊബൈൽ ഫോണുകൾ ഇങ്ങനെ തകരപ്പറമ്പിൽ കൊണ്ട് വിൽപ്പനയായിരുന്നു ഇദ്ദേഹത്തിന്റെ തൊഴിലെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഇയാൾ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് താമസിച്ചു വരികയാണ്. അങ്ങനെ ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷൻ അടക്കം പലയിടത്തു നിന്നും മോഷണം നടത്തിയതായിട്ടുമാണ് വിവരം. അതായത് ഒരു ദിവസം 10ന് മുകളിലേക്ക് മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നു. പലയിടങ്ങളിൽ നിന്നായി ഈ മോഷണ മുതലുകൾ തകരപ്പറമ്പിൽ കൊണ്ടുവന്ന് വിൽപ്പനയും നടത്തുന്നു. പലപ്പോഴും കടക്കാർക്ക് സംശയമൊക്കെ തോന്നിയ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ കട മാറ്റിപ്പിടിക്കുകയാണ് ഈ പ്രതിയുടെ രീതി എന്നുള്ളതാണ്. ഒരു കടയിൽ മാത്രമായി വിൽപ്പന നടത്താറില്ല, പല കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിൽപ്പന. നമുക്കറിയാം തകരപ്പറമ്പിൽ ഒന്നിലധികം മൊബൈൽ ഷോപ്പുകൾ, അതായത് ഒരുപാട് മൊബൈൽ ഷോപ്പുകളുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ കിട്ടുന്ന വിലയ്ക്ക് മൊബൈൽ ഫോണുകൾ വിറ്റതിന് ശേഷം ഒരു മൊബൈൽ ഫോൺ കയ്യിൽ വെക്കുകയാണ് ഈ പ്രതിയുടെ രീതി. എന്തായാലും ഇപ്പോൾ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രതിയെ പിടികൂടിയത്. അതായത് ട്രെയിനിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയെന്നുള്ളതാണ്. എന്തായാലും പാറശാല പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിയെ ഇപ്പോൾ നിലവിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. കാരണം മറ്റ് തരത്തിലുള്ള സ്വർണ്ണമോ അങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും ട്രെയിനിൽ നിന്ന് അപഹരിച്ചോ എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ആണ്ടിപ്പട്ടി സ്വദേശിയാണ്, 48 വയസ്സാണ് ഇയാൾക്ക് പ്രായമുള്ളത്. എന്തായാലും മജിസ്ട്രേറ്റിന് മുൻപിൽ ഇന്ന് ഹാജരാക്കുമെന്നുള്ളതാണ് പാറശാല പോലീസ് അറിയിക്കുന്നത്. ശരി, ഗോകുൽനാഥാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.